നമ്മൾ ഈ പടത്തിന്റെ റെസ്പോൺസ് എടുത്ത കൂട്ടത്തില് കുറെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു അഭിനയിക്കുന്നവർക്ക് എന്തൊക്കെ അവാർഡ് കൊടുക്കാൻ പറ്റുമോ ആ അവാർഡ് എല്ലാം ഉർവശി ചേച്ചിക്ക് കൊടുക്കണമെന്ന്. അപ്പം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഇപ്പം അവാർഡ്സിൽ എത്രത്തോളം ചേച്ചി എക്സൈറ്റഡ് ആവാറുണ്ട്? അല്ല, ഒന്നാമത്തെ അവാർഡ് എന്ന് പറയുന്നത് എൻ്റെ ഡയറക്ടർ എന്നോട് പറയുന്ന ഓക്കെയാണ്. അതെനിക്ക് തോന്നുന്നു ആ ഓക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ഒരു അവാർഡ് കിട്ടിയിട്ടും എനിക്ക് തൃപ്തിയാവത്തില്ല. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ ടീച്ചർ എൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം ഒന്ന് പറഞ്ഞു ചേച്ചി ഓക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം. ചിലപ്പോൾ ക്രിസ്റ്റോ ചിലത് മറന്നു പോയിട്ട് അടുത്ത് ക്യാമറമാൻ്റെ അടുത്തോട്ട് പോകും, ടേക്ക് കഴിഞ്ഞ് എന്നെ നോക്കാതെ. അയ്യോ അപ്പം ഞാൻ ചെയ്ത് ഓക്കെ ആയില്ലേ, ഈ പയ്യനോടൊന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത് വരുന്നത് ഓക്കെയാണോ ചേച്ചി ഓക്കെയാണ്. ഞാനതല്ല, ഞാൻ ആ ട്രാക്ക് വന്നതിൻ്റെ ക്യാമറ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ പോയി പറഞ്ഞുകൂടി. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് അവാർഡ്. പിന്നെ നിങ്ങളൊക്കെ പറയുന്ന സെക്കൻഡ് അവാർഡ്. അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ മാർക്കാണ് പിന്നെ കിട്ടുന്ന അവാർഡ്. കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ അതിലും സന്തോഷം. ഈ നോമിനേഷനിലൊക്കെ വന്നിട്ട് പിന്നെ അത് നിരസിക്കപ്പെടുക അല്ലെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചേച്ചി അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് സ്റ്റേറ്റ് അവാർഡുകളൊന്നും അങ്ങനെ നിരസിക്കപ്പെട്ടിട്ടില്ല. കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തി തന്നതിന് ശേഷം എനിക്ക് നിവൃത്തിയില്ലാതെ അറിയേണ്ടി വന്നിട്ടുമുണ്ട്. 4ാമത്തെ വർഷം തുടർച്ചയായിട്ട് 3 വട്ടം കിട്ടിയിട്ട് 4ാമത്തെ വർഷം ജൂറി പറഞ്ഞു ഉർവശി അഭിനയിക്കുന്ന സമയത്ത് വേറെ ആർക്കും കിട്ടത്തില്ല, അതുകൊണ്ട് ഈ വർഷം മാറ്റി കൊടുക്കാൻ പോകുന്നു. പിന്നെ 5ാമത്തെ വർഷം എനിക്ക് തന്നെ. അപ്പോഴും നമുക്ക് പരാതിയൊന്നുമില്ല. അപ്പം നാഷണൽ അവാർഡ് പോയപ്പം അവിടുത്തെ ചില എന്താ പറയുക ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പടം ചെയ്യുന്ന ഡയറക്ടേഴ്സ് പറഞ്ഞു ഇവരെന്തിനാ കൊണ്ടുവന്ന് ഈ 2ാം കിട 3ാം കിട മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ പെർഫോമൻസ് വേസ്റ്റ് ചെയ്യുന്നൊരു ചോദ്യം ചോദിച്ചു. അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു. കാരണം ആരും കാണാത്ത കുറച്ച് സിനിമകൾക്ക് വേണ്ടിയുള്ള അവാർഡ്സ് അല്ല ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. മഴവിൽ കാവടി മുതൽ അച്ചുവിൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളത് കൊമേഴ്ഷ്യലി ഹിറ്റ് ഫിലിംസ് ആണ്. അതെന്നെ ഏറ്റവും നന്നായിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പടം ചെയ്യുന്ന പ്രൊഡ്യൂസർ നന്നാണ് ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഷോട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും പാടില്ല. ജനകീയ സിനിമ എടുക്കുന്ന നിസ്സാര കാര്യമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യാതായി. ഇപ്പോഴും തന്നെ പറയുന്നു കിട്ടിയാൽ സന്തോഷം, കിട്ടാത്തതിനെ കുറിച്ച് ഒരു വിഷമമില്ല. കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന എനിക്ക് കിട്ടിയ ജീവിതം ബോണസാണ്, ഞാൻ ആഗ്രഹിച്ച് വന്നതല്ല. അപ്പോൾ എല്ലാം കൊണ്ട് സന്തോഷം, പിന്നെ ഒരു പരാതിയില്ല. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട് ഫിലിമിൽ. ഞാൻ എഴുതി വെച്ചതിനെക്കാട്ടിലൊക്കെ അത് സംഭവിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യപ്പെട്ട സീൻ. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഈ പറഞ്ഞ ഒരു ചേച്ചിയുടെ സിംഗിൾ ഷോട്ട് അങ്ങനത്തെ ഒരു സീനാണ്. അവിടെ വന്നിരുന്ന് ചേച്ചി അത് പറഞ്ഞ് ഞങ്ങൾ ഫോക്കസ് ഒക്കെ എടുത്തു. ഞങ്ങൾ കുറേ ഷോട്ട്സ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. പക്ഷേ ചേച്ചി ടേക്ക് തന്നതിന് ശേഷം ഞങ്ങളൊക്കെ സ്റ്റണ്ടായിപ്പോയി. പിന്നെ അടുത്ത ഷോട്ട്സ് ഒക്കെ എല്ലാം മറന്നിട്ട് ചേച്ചിയോട് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആണ് ഷോട്ട്സ് എടുത്തത്. അപ്പം അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിലൊരു പ്രാർത്ഥനയുടെ ഒരു രംഗവും ഇവർ രണ്ടുപേരുള്ള രംഗവും ഞാൻ എഴുതി വെച്ചു. അതെനിക്ക് ഇഷ്ടമുള്ള രംഗമായിരുന്നു. പക്ഷെ അത് ഫസ്റ്റ് ഷോട്ടിൽ വൈറ്റ് ഷോട്ടിൽ ആ സീൻ മൊത്തം കാണുമ്പോൾ ഞാൻ എഴുതി വെച്ചതിനെക്കാളൊക്കെ എത്ര മേളിൽ അതെത്തി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട്